നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. പോലീസ് സേനയിലെ അസംതൃപ്തികളും മാനസിക പീഡനങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറയുകയാണ്. പോലീസിൽ നിന്നും ഡെപ്യൂട്ടേഷൻ നിയോഗിക്കപ്പെടുന്നവരാണ് നിയമസഭയുടെ സുരക്ഷാ ചുമതലയുള്ള വാച്ച് ആൻഡ് വാർഡ്സ്. പക്ഷേ ഈ വാച്ച് ആൻഡ് വാർഡ്സും സമാനമായ പരാതി ഉന്നയിക്കുന്നു. തങ്ങൾ കടുത്ത മാനസിക പീഡനം നേരിടുകയാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നുമാണ് ഈ പീഡനം നേരിടുന്നത് എന്നതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി പ്രവാഹമാണ്. എന്താണ് ഇവരുടെ പരാതി? അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒപ്പം ഇന്ന് ദേശീയ തലത്തിലും ചില പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. CPM രാഷ്ട്രീയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ തുടർ ചർച്ചകളും വളരെ ചില പ്രധാന വാർത്തകൾ പ്രേക്ഷകരിലെത്തിക്കുന്നു. ഒപ്പം കോട്ടയത്തെ ആ പാസ്റ്റർക്കെതിരായ ആരോപണത്തിലും ഇന്ന് തുടർ നടപടി ഉണ്ടാകും. വിശദമായ വാർത്താചിത്രം ആരംഭിക്കുന്നു. എല്ലാവർക്കും ന്യൂസ് ട്രെൻഡ്സ് സ്വാഗതം. പോലീസുകാർക്ക് പിന്നാലെ മേലുദ്യോഗസ്ഥരുടെ പീഡനത്തിനെതിരെ പരാതിയുമായി രംഗത്തു വരുന്നത് നിയമസഭയുടെ സുരക്ഷാ സേനയായ വാച്ച് ആൻഡ് വാർഡുമാണ്. മാനസിക സമ്മർദ്ദത്താൽ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നതിൽ സഹതപിച്ച നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡ് നേരിടുന്നതും കൊടിയ മാനസിക പീഡനമെന്നതാണ് ഇതിന്റെ ചിത്രം. ഉന്നത ഉദ്യോഗസ്ഥന്റെ മാനസിക പീഡനത്തിനെതിരെയാണ് വാച്ച് ആൻഡ് വാർഡിന്റെ കൂട്ടപ്പരാതി. നിയമസഭാ ചീഫ് മാർഷലിന്റെ ചുമതലയിലുള്ള മൊയ്തീൻ ഹുസൈനെതിരെയാണ് സർജന്റ് അസിസ്റ്റന്റുമാർ പരാതി നൽകിയത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വിസമ്മതിച്ച പോലീസുകാരനെ ക്യാമ്പിലേക്ക് മടക്കി അയച്ചു. അടുത്ത ബന്ധുക്കളുടെ ചികിത്സയ്ക്ക് പോലും അവധി അനുവദിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. സ്പീക്കർ, മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്കാണ് സർജന്റ് അസിസ്റ്റന്റുമാർ പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് തന്നെ നമുക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് നിയമസഭയിലെ സുരക്ഷാ ചുമതലയുള്ള വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. തങ്ങളുടെ മാതൃസേനയായ പോലീസ് സേനാംഗങ്ങൾ നേരിടുന്നതിന് സമാനമായ വെല്ലുവിളി തങ്ങൾക്ക് നിയമസഭയിലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വരുന്നതാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതാണ് വാച്ച് ആൻഡ് വാർഡ്സ് അസിസ്റ്റന്റ് സർജന്മാർ നൽകിയ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്, തങ്ങൾക്ക് കുടുംബത്തിൻ്റെ അടിയന്തര ആവശ്യമുണ്ട്, കുട്ടിയുടെ ചികിത്സാ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ഇതിനൊന്നും വേണ്ടത്ര പരിഹാരമുണ്ടാവുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഈ പരാതിയിലൂടെ അവർ ഉന്നയിക്കുന്നത്. പോലീസിന് സമാനമായി പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ സ്പീക്കർ, മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി ആരിൽ എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് പ്രസക്തമായ കാര്യം. പലപ്പോഴും നിയമസഭയിൽ അംഗങ്ങളെ നിയന്ത്രിക്കുന്നതിലും അല്ലെങ്കിൽ അവിടെ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റും സഭാതലത്തിലൊക്കെ ഇടപെടുന്നതൊക്കെ വാച്ച് ആൻഡ് വാർഡ്സാണ്. ഈ വാച്ച് ആൻഡ് വാർഡ്സാണ് ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നത് എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന ആക്ഷേപം. വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് ഈ പരാതിയിൽ അവർ ഉന്നയിക്കുന്നത്. നിരവധി കാര്യങ്ങളുണ്ട്. കാരണം തങ്ങൾ നേരിടുന്ന മാനസിക പീഡനം, മേലുദ്യോഗസ്ഥന്റെ കുടുംബ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന നിർദ്ദേശം, അത് ലംഘിച്ചാൽ ആ തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാവുന്നു. ഒപ്പം കുടുംബത്തിന്റെ ചികിത്സയ്ക്ക് പോലും അവധി കിട്ടുന്നില്ല. അങ്ങനെയുള്ള വലിയ ആക്ഷേപമാണ്. എന്നാണ് ഇവർ ഈ പരാതി നൽകിയത്? ഒപ്പം തന്നെ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് സേനയിലെ ഒരു സുഖവാസ ഡെപ്യൂട്ടേഷനാണ് നിയമസഭാ ഡ്യൂട്ടി. സാധാരണഗതിയിൽ വലിയ ക്രമസമാധാന പാലനമായാലും ക്യാമ്പ് ഡ്യൂട്ടി ആയാലും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ജോലി തിരക്കാണ്. വളരെ അപകടകരമായ സാഹചര്യങ്ങൾ ജോലി ചെയ്യേണ്ടവർ അതിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് ഡ്യൂട്ടി വാങ്ങിയെത്തുന്ന പോലീസുകാർ പൊതുവിൽ എല്ലാവർക്കും വരാൻ താല്പര്യമുള്ള ഒരു ജോലിയാണ്, ഡെപ്യൂട്ടേഷനാണ് നിയമസഭ. അത് വലിയ രാഷ്ട്രീയ ശുപാർശയൊക്കെ വേണ്ടിവരും പലപ്പോഴും നിയമസഭയിൽ ഈ വാച്ച് ആൻഡ് വാർഡിന് ഡ്യൂട്ടിക്ക് എത്താൻ. പക്ഷേ അങ്ങനെ എത്തുന്ന പോലീസുകാർക്ക് പോലും ഇവിടെ മാനസിക പീഡനമാണ് എന്നതാണ് ഈ പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത്. വലിയ മാനസിക പീഡനം നേരിടേണ്ടി വരുന്നു എന്ന പരാതിയാണ്, കൂട്ടപ്പരാതിയാണ് നിയമസഭയിലെ ഈ വാച്ച് ആൻഡ് വാർഡ് സർജന്റ് അസിസ്റ്റന്റുമാർ നൽകിയ പരാതിയിലൂടെ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിക്ക്, നിയമസഭാ സ്പീക്കർക്ക്, നിയമസഭാ സെക്രട്ടറിക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്കൊക്കെ അവർ പലതരം പരാതികളാണ് ഈ കഴിഞ്ഞ മാസം, അതായത് ജൂൺ ആദ്യ ആഴ്ചയാണ് ഈ ഒരു പരാതി ഈ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ സർജന്റ് അസിസ്റ്റന്റുമാർ മുഖ്യമന്ത്രിക്കും മറ്റ് അധികാര കേന്ദ്രങ്ങൾക്കും നൽകിയത്. മാർഷൽ ഇൻചാർജ്, ചീഫ് മാർഷലാണ് സഭയിൽ ഈ വാച്ച് ആൻഡ് വാർഡിന്റെ മേധാവി. അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുന്ന
മൊയ്തീൻ ഹുസൈൻ എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ലീവ് നിരസിക്കാൻ ഒരു സാഹചര്യമില്ലാത്തതും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി അവർ ആദ്യം പറയുന്നത് ഏറ്റവും പ്രായമുള്ള, അതായത് ഈ വാച്ച് ആൻഡ് വാർഡ് സേനയിലെ പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ CCTV ഡ്യൂട്ടിയിൽ, സഭയ്ക്ക് ഉള്ളിൽ CCTV ഡ്യൂട്ടിയാണ് നേരത്തെ നിയോഗിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ലീവ് ചോദിച്ചപ്പോൾ ഈ മൊയ്തീൻ ഹുസൈൻ ലീവ് ഒരു കാരണവും കൂടാതെ നിരസിച്ചു. അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ടാണ് ലീവ് അപേക്ഷ, പക്ഷേ ആ ലീവ് നിരസിച്ചു. അത് പിന്നീട് അദ്ദേഹം മറ്റു വഴികളിലൂടെ ലീവ് നേടാൻ ശ്രമിച്ചു. അതിന്റെ പ്രതികാരമായി അദ്ദേഹത്തെ ഗേറ്റ് ഡ്യൂട്ടിയിലേക്ക്, നിയമസഭാ ഗേറ്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിനോട് തന്നെ മറ്റൊരു പ്രതികാര നടപടി കൂടി ഇദ്ദേഹം ചെയ്തതായി പരാതിയിലുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ മകളുടെ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴും ലീവ് നിരസിച്ചു. അന്നു മുതൽ വളരെ വ്യക്തിപരമായ രീതിയിലാണ് ഓരോ ഇടപെടലുമെന്ന പരാതിയിൽ പറയുന്നു. എണ്ണി പരാതികൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു കത്ത് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. നിയമസഭയിൽ ഒരു പോലീസുകാരന്റെ വാച്ച് ആൻഡ് വാർഡ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരന്റെ അച്ഛനെ പട്ടികടിച്ച് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും ഇതുപോലെ ഈ ചീഫ് മാർഷൽ ലീവ് അനുവദിക്കാതെ, ചീഫ് മാർഷൽ അന്ന് അദ്ദേഹത്തെ ചീഫ് മാർഷൽ ചുമതല ഉണ്ടായിരുന്നു. ഇദ്ദേഹം മൊയ്തീൻ ലീവ് അനുവദിക്കാതെ തുടർന്ന് ചീഫ് മാർഷലിനെ കണ്ടു. അദ്ദേഹം ലീവ് അനുവദിച്ചു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനെ 8 ദിവസം തുടർച്ചയായി ഡേ ഡ്യൂട്ടിയിലിട്ടാണ് ഇദ്ദേഹം മൊയ്തീൻ ഹുസൈൻ പ്രതികാരം പകരം വീട്ടിയതെന്നും പരാതിയിൽ പറയുന്നു. ഒരു പോലീസുകാരന്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു. ലീവ് ചോദിച്ചു. ഇനി മേലാൽ ഭാര്യയുടെ കാര്യം പറഞ്ഞ് എന്റെ ഓഫീസിൽ കയറരുത് എന്ന താക്കീതാണ് ഈ ഉദ്യോഗസ്ഥൻ നൽകിയത്. ഓഫീസിൽ കാലുപിടിച്ചു വരെ ലീവ് ചോദിച്ചു, എന്നിട്ടും അനുവദിച്ചില്ല. പിന്നീട് അദ്ദേഹം പാർട്ടി ഇടപെടൽ, ഞാൻ പറയാം നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി നേതാക്കളുടെ ശുപാർശയുമായൊക്കെ ഇവിടെ ജോലി കയറാൻ ലീവിന് വേണ്ടി പോലും CPI നേതാവിന്റെ റെക്കമെൻഡേഷനുമായി ഉദ്യോഗസ്ഥൻ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ സമീപിച്ചു. അപ്പോൾ ലീവ് അനുവദിച്ചു. പകരം അദ്ദേഹം ലീവ് കൊടുത്ത ശേഷം CPI പാർട്ടിയുടെ സമ്മർദ്ദത്തിലാണ് നിനക്ക് ലീവ് നൽകിയത് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇനി ഭാര്യയെ കൊണ്ടുപോകേണ്ടത്, ഭാര്യയ്ക്ക് അസുഖം വന്നാൽ ഭാര്യ വീട്ടുകാർ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവഹേളിച്ചു എന്ന് ഈ പരാതിയിൽ പറയുന്നു. പിന്നീട് ഈ ഉദ്യോഗസ്ഥന്റെ ഭാര്യ പ്രസവം അബോർട്ട് ചെയ്യേണ്ട ഈ സാഹചര്യമൊക്കെ ഉണ്ടായതും വളരെ സങ്കടത്തോടുകൂടി ഉദ്യോഗസ്ഥർ ഈ പരാതിയിൽ വിവരിക്കുന്നു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ അച്ഛൻ ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ലീവ് ചോദിച്ചു. വളരെ മോശമായ രീതിയിൽ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോടും ഇദ്ദേഹം സംസാരിച്ചു എന്നൊരു പരാതിയുണ്ട്. മറ്റൊരു പോലീസുകാരന്റെ പിതാവ് സർജറിക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അദ്ദേഹം ആശുപത്രി കൊണ്ടുപോകാൻ വീണ്ടും ലീവ് ചോദിച്ചു. പക്ഷേ ലീവ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ലീവിൽ പോയുള്ള 15 ഉദ്യോഗസ്ഥർ തിരിച്ചു വന്നാൽ മാത്രമേ ലീവ് നൽകാനാകൂ എന്ന് പറഞ്ഞ് ആ അവധിയും നിരസിച്ചു. ഒരു പോലീസുകാരന്റെ 6 മാസം പ്രായമായ കുഞ്ഞിന് ചൂടുവെള്ളം വീണ് കാലുപൊള്ളിയപ്പോൾ ഇദ്ദേഹത്തിന് മറുപടി ചൂടുവെള്ളം വീണാൽ കാലുപൊള്ളും അറിയില്ലേ എന്നായിരുന്നു. ഒരു ആശ്വാസവാക്ക് പറയുന്നതിന് പകരം കുട്ടിയുടെ കാര്യത്തിൽ പോലും ഇങ്ങനെ പുച്ഛം കലർന്ന സമീപനം ഉദ്യോഗസ്ഥരെ തുടങ്ങി എണ്ണിയാണ് ഉദ്യോഗസ്ഥരെ പരാതി പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ നിയമസഭയിൽ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ പ്രവണത, വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകൾ, അവരുടെ മാനസിക സംഘർഷം എന്ന വിഷയത്തിൽ പ്രതിപക്ഷം സഭ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം കൊണ്ടുവരികയും മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അമിത ജോലിഭാരമുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ആ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഇവിടെ ഈ നിയമസഭയിലെ MLA-മാരുടെ സുരക്ഷയ്ക്കായി അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്കായി കാവലുള്ള ഈ ഉദ്യോഗസ്ഥർ ഈ ഒരു പരാതി നൽകിയിട്ട് ആഴ്ചകളായിരുന്നു. അത് ആരും പരിഗണിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്ക് മുൻപിൽ പരാതിയുണ്ട്, സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻ പരാതിയുണ്ട്, നിയമസഭാ സെക്രട്ടറിക്കും നിയമസഭാ സ്പീക്കർക്കും മുമ്പാകെ പരാതിയുണ്ട്. നമുക്കറിയാം, ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് കാക്കി വേഷമല്ല, വെള്ളയുമാണ് അവരുടെ വസ്ത്രം. അതായത് നിയമസഭ പ്രത്യേക പ്രിവിലേജുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യമായ ജോലികളൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഈ കടുത്ത ജോലികളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പലരും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇവിടേക്ക് വരുന്നവരുണ്ട്. അല്ലാതെ തന്നെ മറ്റു പഠന ആവശ്യങ്ങൾ തുടർന്നതിനൊപ്പം ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയുള്ളൊരു മേഖലയിൽ കൂടിയാണ് ഈ ഒരു പീഡനം. പുറത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും ക്യാമ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, നിയമസഭ പോലെ ഏറ്റവും അധികം ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് പോലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ തൊഴിൽ പീഡനമുണ്ട്, മാനസിക പീഡനമുണ്ട്. ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടികൾ നേരിടേണ്ടി വരുന്നു. എത്ര പരാതി പറഞ്ഞിട്ടും ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികാരികൾ സ്വീകരിക്കുന്ന പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. സഹിത ഇത് അരുൺ സൂചിപ്പിച്ചതാണ്. ഇന്നലെ നിയമസഭ, സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ, സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പോലീസ് സേനാംഗങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പൊതുവിടങ്ങളിൽ സുരക്ഷയൊരുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സേനയിൽ നിലനിൽക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക്, അവരുടെ ആത്മഹത്യ പോലെയുള്ള വിഷയങ്ങൾ ഇന്നലെ ഗൗരവമായി ചർച്ച ചെയ്തതാണ്.
അതിന് പിന്നാലെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പോലീസ് സേനയ്ക്കകത്ത് പൊതുവിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധിയുടെ ഒരു പ്രതിഫലനമാണല്ലോ. ബേസിക്കലി ഇവർ എല്ലാവരും പോലീസുകാർ തന്നെയാണല്ലോ, ഡെപ്യൂട്ടേഷൻ ഡ്യൂട്ടിയിലാണല്ലോ എത്തുന്നത്. അതുകൊണ്ട് ഇത് പോലീസ് സേനയിൽ പൊതുവായി നിൽക്കുന്ന ആ പ്രതിസന്ധിയുടെ ഒരു തുടർച്ച, അങ്ങനെ ഇതിനെ കാണേണ്ടി വരുന്നുണ്ടോ അരുൺ? തീർച്ചയായിട്ടും ഈ ഉന്നത ഉദ്യോഗസ്ഥർ അത് നിയമസഭയ്ക്കുള്ളിലെ വാച്ചാൻ വാർഡിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പുറത്ത് മറ്റു ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലായാലും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു അലംഭാവം. നമ്മൾ ഇതിലൊരു പരാതി ഭാഗത്ത് പറയുന്നത് ഈ ഉദ്യോഗസ്ഥൻ ഒരു ദിവസം ഈ ഒരു പോലീസിന്റെ സംഘടനാ നേതാവായ ഒരു വാച്ചാൻ വാർഡിനെ ഭക്ഷണം വാങ്ങി നൽകാൻ, അതായത് ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടുകാർക്കുള്ള ഇങ്ങനെയാണ് അവർ പറയുന്നത്, മൊയ്തീൻ ഹുസൈൻ സാറിന്റെ വീട്ടിലുള്ളവർക്ക് ചോറ് വാങ്ങിക്കൊടുക്കാൻ നിർദ്ദേശിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഇവർ പറയുന്ന അനുസരിച്ചെങ്കിൽ പ്രതികാര നടപടികൾ വളരെ ശക്തമായി തന്നെ സ്വീകരിക്കും. അതൊരു ഉദാഹരണമാണ് ഈ ഓഫീസിന്റെ അഡീഷണൽ മൊയ്തീൻ സാറിന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന് നിയമസഭയിലെ വാച്ചാൻ വാർഡ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ കൌൺസിലർ എന്ന പദവിയിലുള്ള മണികണ്ഠൻ എന്ന പോലീസുകാരനെ ചെയ്യാത്ത കുറ്റം ആരോപിച്ച് AR ക്യാമ്പിലേക്ക് പറഞ്ഞുവിട്ടു. അദ്ദേഹം ചെയ്ത കുറ്റം മൊയ്തീൻ ഹുസൈൻ സാറിന്റെ വീട്ടിലുള്ളവർക്ക് ചോറ് വാങ്ങിക്കൊടുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ താൻ പോലീസ് അസോസിയേറ്റ് ഭാഗമായ ഒരു കൌൺസിലറാണ്, സാറിന് വേണമെങ്കിൽ ആഹാരം വാങ്ങിത്തരാൻ തയ്യാറാണ്, പക്ഷേ വീട്ടുകാർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ മണികണ്ഠൻ അറിയിച്ചു. അതിനാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അതിനുശേഷം കള്ള പരാതി നൽകി, കള്ള ആരോപണം ഉന്നയിച്ച് ആരോപണത്തിൽ കുടുക്കി നിയമസഭയിൽ നിന്ന് തിരികെ ക്യാമ്പ് ഡ്യൂട്ടിക്ക് പറഞ്ഞുവിടുകയാണ്. ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്, ഒരു കൌൺസിലറിന് നിലനിൽപ്പില്ലെങ്കിൽ ബാക്കിയുള്ള സാധാരണ പോലീസുകാരുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ ഉള്ള 2 ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇദ്ദേഹം ഇപ്പോഴും ആഹാരം വാങ്ങിപ്പിക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ പോലും വീട്ടിൽ ആഹാരം വാങ്ങിക്കൊടുക്കാൻ നിർദ്ദേശിച്ചു. അതായത് ഈ വാച്ചാൻ വാർഡ് ഈ ഉദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥന് ഒരുപക്ഷെ പുറത്തുപോയി ആഹാരം വാങ്ങിക്കൊടുക്കാനൊക്കെ പോലീസുകാർ പലപ്പോഴും തയ്യാറായേക്കും. പക്ഷേ അത് മാത്രം പോരാ, ആ മേലുദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കേണ്ട ജോലി പോലും ഈ വാച്ചാൻ വാർഡ് ചെയ്യണം എന്നാണ് ഇവർ പരാതിയിൽ പറഞ്ഞത്. ഇവരുടെ പരാതി പൂർണ്ണമായ വിശ്വാസം എടുക്കുകയാണെങ്കിൽ അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ പരാതിയുടെ പകർപ്പ് സഹിതമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥർ ഇത് ഒരാളുടെ 2 പരാതിയല്ല. ഈ സഭയിലെ സർജന്റ് അസിസ്റ്റന്റുമാർ ബോധിപ്പിക്കുന്ന സംഘടന ഹർജിയുടെ കൂട്ടത്തോടെ അവർ ഒപ്പിട്ട് നൽകിയ പരാതിയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിയമസഭാ അധികൃതരുടെ പരിഗണനയിൽ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ വിഷയവിവരങ്ങൾ വന്നിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും സഭയ്ക്കുള്ളിൽ പോലും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാനസിക സംഘർഷത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു, ജോലി വിട്ടുപോകുന്നു, മറ്റു ജോലികൾ തേടിപ്പോകുന്നു. ആത്മഹത്യ ചെയ്ത ഒരു പോലീസുകാരൻ തന്റെ മകനോടുള്ള കത്തിൽ മരണമൊഴി അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിൽ പോലും എഴുതി വയ്ക്കുന്നത്, നന്നായി പഠിക്കണം പക്ഷെ പോലീസിലേക്ക് ജോലിക്ക് വരരുത് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന് പറയേണ്ടി വരുന്ന സാഹചര്യം അത് സഭയ്ക്ക് പുറത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ജോലി നോക്കുന്ന പോലീസുകാർക്ക് മാത്രമല്ല, സഭയ്ക്കുള്ളിൽ നിയമസഭാംഗങ്ങളുടെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വാച്ചാൻ വാർഡിനും സമാനമായ അനുഭവം നേരിട്ട് വരുന്നത് അത്യന്തം ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്, അവരുടെ ആത്മഹത്യാ പ്രവണതകൾക്കെതിരെ ആശങ്കപ്പെട്ട സഭയിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഇവരുടെ കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടവർ. ഇന്നലെ പ്രസംഗമധ്യേ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ ഇക്കാര്യം ഒന്ന് പരാമർശിച്ചു പോയി എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞു, വാച്ചാൻ വാർഡിന്റെ നിരവധി പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 മാധ്യമ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ കൊണ്ടുവരുന്നത്. വാച്ചാൻ വാർഡിന്റെ അവസ്ഥ നിയമസഭയിൽ ദിവസവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നേരിട്ട് കാണുന്ന, അടുത്ത് കാണുന്ന ആ ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായ നീതി ലഭ്യമാക്കാൻ അവർ കഴിയുന്നില്ല എന്ന അതീവ ഗൗരവമുള്ള കാര്യമാണ്. അവർ പോലും ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തിന് അവരുടെ വീട്ടുജോലി പോലും ചെയ്യാൻ നമുക്കറിയാം. ക്യാമ്പ് ഫോളോമാരെ കൊണ്ടൊക്കെ നേരത്തെ ഇപ്പോഴും പല ഉന്നത ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരൊക്കെ ഈ വീട്ടുജോലി ചെയ്യിക്കാറുണ്ട്. നമ്മളടക്കം പല വാർത്തകൾ, പല ദൃശ്യങ്ങൾ അടക്കം നേരത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വാച്ചാൻ വാർഡിന് പോലും അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട ജോലി പോലും ചെയ്യേണ്ടി വരുന്നു. അത് ചെയ്യാത്തവർക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നു. ആരോഗ്യസ്ഥിതി നോക്കാതെ കട്ടിയുള്ള ജോലിയിലേക്ക്, മറ്റ് കൂടുതൽ പ്രയത്നം വേണ്ട ജോലികളിലേക്ക് അവരെ നിയോഗിക്കുന്നു, ക്യാമ്പുകളിലേക്ക് മടക്കി അയക്കുന്നു. 3 വർഷമാണ് സാധാരണഗതിയിൽ വാച്ചാൻ വാർഡിന് അനുവദിക്കുന്ന കാലം. അത് പിന്നീട് വേണമെന്നുള്ളവർക്ക് 2 വർഷം, ഓരോ വർഷം വീതം എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷം വരെ പരമാവധി നൽകാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്പീക്കർ എൻ ഷംസീർ വന്ന ശേഷം 3 വർഷത്തിന് മുകളിൽ ആർക്കും എക്സ്റ്റൻഷൻ നൽകേണ്ട തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർ ഒരുപക്ഷെ ക്യാമ്പ് ഡ്യൂട്ടി പുറത്തൊക്കെ ജോലി ചെയ്ത ശേഷം ഒന്ന് കുറച്ചു സുഖവാസ കേന്ദ്രം എന്ന തരത്തിൽ പോലും കാണുന്ന ഒരു, അല്ലെങ്കിൽ അത്തരം ലളിതമായ ജോലിക്ക് വേണ്ടി വരുന്ന സ്ഥലമാണ്. അവിടെയും പോലും ഇത്തരത്തിലുള്ള തൊഴിൽ പീഡനങ്ങൾ നടക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ നടക്കുന്നു എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള കാര്യം തന്നെയാണ്. സജിത്ത്.
മുസ്ലിം, ഇതിൽ നടപടിയെടുക്കേണ്ടത് സ്പീക്കർ, മുഖ്യമന്ത്രി, ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിയുണ്ട്. നിയമസഭയുടെ ഒരു പരിധിയിലുള്ള സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായും സ്പീക്കർക്ക് സവിശേഷമായ അധികാര സ്വാതന്ത്ര്യമുള്ള ഇടമാണല്ലോ. ഇതിൽ നടപടി ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ സ്പീക്കറുടെയും മറ്റും ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടുണ്ടോ? അങ്ങനെ പ്രതികരണം വല്ലതും ലഭ്യമാവുന്നുണ്ടോ? ആരും ഇതുവരെ അത്തരമൊരു വിവരം ലഭ്യമായിട്ടില്ല. പക്ഷേ സ്പീക്കറുടെയും നിയമസഭാ സെക്രട്ടറിയുടെയും ഒക്കെ പരിഗണനയിൽ അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയമുണ്ട് എന്നുള്ളത് നമുക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും നടപടിക്ക് തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ ഗൗരവമുള്ള നിയമലംഘനങ്ങൾ, തൊഴിൽ ലംഘനങ്ങൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ ഉദ്യോഗസ്ഥർ കേൾക്കുമ്പോഴും ഒന്നും ചെയ്യാൻ ഇതുവരെയും ശ്രദ്ധയിലുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഒരു നടപടിയും നിയമസഭാ സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സ്പീക്കറോ സംസ്ഥാന പോലീസ് മേധാവിയോ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. ഇനി എന്ത് നടപടിയെടുക്കും, ഈ വാർത്ത പുറത്തു വന്ന ശേഷം എന്ത് നടപടിയെടുക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും ഈ ജനങ്ങളുമായി ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ജനപ്രതിനിധികൾ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് സുരക്ഷ നൽകുന്ന, അവർക്കൊപ്പം ദിവസവും നേരിട്ട് കാണുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരത്തിൽ പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എങ്ങനെ സാധാരണക്കാരായ പോലീസുകാർക്ക് പീഡനം ഉണ്ടാകാതിരിക്കും? ഉന്നത ഉദ്യോഗസ്ഥർ ആര് വിചാരിച്ചാലും ഇത്തരക്കാരെ ഈ രീതിയിൽ സാധാരണക്കാരായ ഉദ്യോഗസ്ഥരെ, പോലീസുകാരെ ഈ തരത്തിൽ പലതരത്തിൽ പീഡിപ്പിക്കാം. അവർക്ക് ചോദ്യം ചെയ്താൽ അവർക്കെതിരെ നടപടി പോകാം, അവരെ ക്യാമ്പുകളിലേക്ക് മടക്കിയേക്കാം. അവർക്ക് കൂടുതൽ ദുരിതപൂർണമായ ജോലികൾ നൽകാനുള്ള അധികാരമൊക്കെ അവർക്ക് ഈ പോലീസ് മാനുവൽ നൽകുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും അത്തരം അധികാരങ്ങളുണ്ട് എന്ന ഭാവമാണ് പല ഉദ്യോഗസ്ഥർക്കുമുള്ളത്. അതിന്റെ ഒരു പ്രതീകമായി തന്നെ ഈ നിയമസഭയിലെ ഉദ്യോഗസ്ഥരെയും കാണേണ്ടി വരും. ഗുരുതരമായ ആക്ഷേപമാണ് ഉയരുന്നത്. നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡുമാണ് സമാനമായ പരാതി ഉന്നയിക്കുന്നത്. മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കടുത്ത മാനസിക പീഡനം ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ ഇന്നലെ പ്രതിപക്ഷത്തു നിന്നും വളരെ PC വിശ്വനാഥിനെ പോലെയുള്ളവർ വളരെ വൈകാരികമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചതാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നതും വളരെ പ്രസക്തമാണ്. ഒപ്പം സർക്കാർ, മുഖ്യമന്ത്രി ഇന്നലെ എടുത്ത സമാന നിലപാട് തന്നെ ഇതേ വിഷയത്തിലും സ്വീകരിക്കുമോ? സ്പീക്കറും ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുകൂടി ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അരുൺ, ഒരു കാര്യം കൂടി, ഈ നേരത്തെ നമുക്കറിയാം നിയമസഭയിൽ സാധാരണ പോലീസ് ഡ്യൂട്ടിയിൽ നിന്ന് വിഭിന്നമായി നിയമസഭ ചേരുന്ന അവസരങ്ങളിൽ മാത്രമാണ് ഈ വാച്ച് ആൻഡ് വാർഡിന് വലിയ രീതിയിലുള്ള ഒരു ഇടപെടലും ഉദ്യോഗസ്ഥ നിർവഹണം, ജോലി നിർവഹണത്തിനും അവസരമോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമേ വരുന്ന ഒരു സാഹചര്യമുള്ളൂ. ആ തരത്തിൽ പൊതുവിൽ ഒരു ആളുകൾ കൂട്ടത്തോടെ ഡെപ്യൂട്ടേഷൻ വാങ്ങിയെടുക്കുന്ന ഒരു ഇടമായി നിയമസഭയിലെ ഈ വാച്ച് ആൻഡ് ഡ്യൂട്ടി മാറിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിലെ പറ്റും അങ്ങനെ ചില ആക്ഷേപം കൂടി ഉയർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് കൂടിയാണോ, അത്തരം സാഹചര്യങ്ങൾ കൂടിയാണോ ഇത്തരം ഈ പരാതികൾക്ക് പിന്നിലുണ്ടാവുന്ന സാഹചര്യം? മാർഷൽ, ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ട മാർഷലിനെതിരെ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള പരാതി സമാനമായി ഉയർന്നിട്ടുണ്ടോ? സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ഭരണ സ്വാധീനമുള്ള അല്ലെങ്കിൽ നിയമസഭയിൽ സ്വാഭാവിക ഭരണപക്ഷത്തിന്റെ ആളുകൾ തന്നെയാണല്ലോ സ്പീക്കറായി മറ്റും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്വാധീനമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ജോലിയായി തന്നെ ഇതിനെ കാണുന്നു. നേരത്തെ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ഏത് ഭരണം മാറി വന്നാലും അവരുടെ ആളുകൾ ആ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുറത്ത് അല്ലെങ്കിൽ ആ യൂണിയന്റെ ഒക്കെ ആളുകൾ തന്നെയാകും ഇവിടേക്ക് വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും നിലനിൽപ്പില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹിത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഇത്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പരാതിയാണ്. സ്വാഭാവികമായി ഇവിടെ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥൻ CPM അനുഭാവിയാണെന്ന് നേരത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ഗൺമാനായും മറ്റും അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. ആ ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായും ആ രീതിയിൽ ആ സ്വാധീനമുള്ള ആളുമാണ്. അത്തരമൊരു ആളിനെതിരെ ഈ അനുഭാവമുള്ള, ഒരുപക്ഷെ ഭരണ സംഘടനകളുടെ അനുഭാവമുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഈ പരാതി പറയണമെങ്കിൽ നമ്മൾ കണ്ടതാണ്. CPIയുടെ നേതാവിന്റെ ശുപാർശയോടുകൂടി അവധിക്ക് പോലും അത്തരം ശുപാർശ വേണ്ടി വരുന്നു എന്നൊരു ദുര്യോഗം കൂടിയുണ്ട്. അങ്ങനെ അതിൽ എത്ര ശരിയുണ്ട്? അവധി ഈ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയക്കാരന്റെ ശുപാർശയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന് അവധി വാങ്ങുക എന്നുള്ളത് പോലും എത്രത്തോളം ശരിയാണെന്ന കാര്യമൊക്കെ ഒരു വശത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അവധി വാങ്ങിയാൽ പോലും നടപടിയെടുക്കുന്നു, പ്രതികാര നടപടിയെടുക്കുന്നു. CPIയുടെ നേതാവ് പറഞ്ഞിട്ട് അവധിയെടുത്താൽ എങ്കിൽ പകരം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ പ്രതികാര നടപടി കാണിക്കുന്നു പറയുമ്പോൾ തന്നെ എത്രത്തോളം രൂക്ഷമാണ് ഈ പ്രശ്നങ്ങളെന്നത് നമുക്കിതിലൂടെ വ്യക്തമാകും. ഈ രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇവിടെ തന്നെയാണ് ഇവിടെ ഡെപ്യൂട്ടേഷനിലേക്ക് ആളുകൾ വരുന്നതെന്ന് വ്യക്തമാണ്. അവർക്ക് പോലും പിടിച്ചെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിയമസഭയിലെ ഈ വാച്ച് ആൻഡ് വാർഡ് വിഭാഗത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. യെസ്, അതാണ് ഗുരുതരമായ ആക്ഷേപമാണ്. ലീവ് ചോദിച്ചതിന് മേലുദ്യോഗസ്ഥൻ അസഭ്യം പറയുന്നു. അച്ഛൻ്റെ ചികിത്സയ്ക്ക് ലീവ് അനുവദിച്ചില്ല. പരാതി ഉന്നയിച്ച് ലീവ് ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ
ഉദ്യോഗസ്ഥൻ നിഷേധിക്കപ്പെട്ടപ്പോൾ അത് പരാതി നൽകി. അയാൾക്കെതിരെ പ്രതികാര നടപടിയെടുക്കുകയാണ്. ഒപ്പം കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്ക് പോലും അവധിയില്ല. അങ്ങനെ ഗുരുതരമായ ആക്ഷേപമാണ് വാച്ചാൻപാട് നിയമസഭയിലെ ഉന്നയിക്കുന്നത്. സ്പീക്കർ, മുഖ്യമന്ത്രി, ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി എങ്ങനെ ഇടപെടും? വരുന്ന മണിക്കൂറുകൾ